സാർ നമസ്തേ. നമസ്കാരം. നമ്മൾ ഈ മൾട്ടി എക്സർസൈസ് കോമ്പിനേഷൻ എന്ന ഈ മെക് 7 അതെ ഒരു റിട്ടയർഡ് ക്യാപ്റ്റൻ ശ്രീ സലാഹുദ്ദീൻ സ്ഥാപിച്ച ഈ സംഘടന 1000-ഓളം ക്യാമ്പുകൾ മലപ്പുറത്തൊക്കെ ഉണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ 20 വർഷത്തിലധികമായിട്ട് പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തന രീതിയെ പല കേന്ദ്രങ്ങളിൽ നിന്നും എതിർപ്പുളവായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അതിനെപ്പറ്റിയുള്ള വിവാദങ്ങൾ ഏതാണ്ട് കെട്ടടങ്ങിയോ എന്ന് തോന്നിക്കുന്ന അവസരത്തിലാണ് ഇപ്പോൾ ഈ കാന്തപുരം മുസ്ലിം ഒരു പ്രസ്താവനയുമായിട്ട് രംഗത്ത്. പ്രസ്താവനയല്ല, ഒരു നിർദ്ദേശമാണ്. ഇതൊരു വ്യായാമ പരിപാടിയായിട്ടാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ മെക് 7-ന്റെ പ്രവർത്തനങ്ങൾ. അതെ, ഒരു കാരണവശാലും ഇതിനകത്ത് സ്ത്രീകൾ പുരുഷന്മാർ ഇവരാരും ഇടചേർന്നുള്ള ഒരു ശാരീരിക വ്യായാമങ്ങൾ, അത്തരം പരിപാടികൾ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരെ ഒരുമിച്ച് ചേർന്നുള്ള പരിപാടി, ഇത്തരം പരിപാടികളിലൊന്നും അത് മെക് 7-ന്റെ പേരെടുത്ത് പറയാതെ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കരുത് എന്ന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രവർത്തനം? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ മോഹൻ മാഷിന്റെ വേണ്ടി പ്രസ്താവന ഉണ്ടായിരുന്നു, CPM നേതാവിന്റെ. അതില് പറഞ്ഞിരിക്കുന്നത് മെക് 7 ഒരു ദേശദ്രോഹ പ്രസ്ഥാനം എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഇടക്കാലത്ത് CPM തിരുത്തിയെങ്കിൽ പോലും ചില താല്പര്യങ്ങളൊക്കെ പ്രസ്താവന വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പിന്നെ അതെ അതിനായിട്ടൊരു. ഇപ്പൊ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് കാന്തപുരത്തിന്റെ പ്രസ്താവന മോഹൻ മാഷിന്റെ പ്രസ്താവനയുടെ തുടർച്ചയല്ല. കാരണം മോഹൻ മാഷ് പറഞ്ഞത് ശരിയാണോ ഇല്ലെന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാക്കണം. ദേശദ്രോഹ പ്രസ്ഥാനമാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം. അതിന് ബന്ധപ്പെട്ട ആണെങ്കിലും ഇനി പോലീസിന് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കണം. ഇതങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ കാന്തപുരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ മതവിഭാഗത്തിന്റെ ചില സിസ്റ്റത്തിന് ഇതിനെതിരാണ്. അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചു നിൽക്കുന്നു. അതല്ലാതെ കണ്ട് ഈ മെക് 7-നെതിരായിട്ട് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല, കാന്തപുരം പറഞ്ഞിട്ടില്ല. ഇല്ല, മെക് 7-ന്റെ പേരെടുത്ത് പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഉദ്ദേശം അത് തന്നെയാണ്. അത് വളരെ വ്യക്തമാണ്. ഉദ്ദേശം അതാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രശ്നം മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന യാഥാസ്ഥിതികതയും ജാതീയതയും നിലനിന്ന് പോകണമെന്നാണ് കാന്തപുരത്തിന്റെ ഉദ്ദേശം. കാന്തപുരം ഒരിക്കലും ഈ മെക് 7-നെതിരായിട്ടോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തതിനെ സംബന്ധിച്ച് ഒന്നും എതിരായിട്ട് പറയുന്നില്ല. ആകെയുള്ള സ്ത്രീകളും കുട്ടികളും മറ്റേ പുരുഷന്മാരും ഒന്നിച്ച് നിൽക്കരുത്, അത് ഞങ്ങളുടെ മതവിശ്വാസത്തിനെതിരാണ്, അവർ വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ച് ഞങ്ങൾക്കെതിരാണ്. ഇതൊക്കെ എനിക്ക് മനസ്സിലാവാത്തൊരു വസ്തുത. ഇതൊക്കെ തീരുമാനിക്കുന്ന കാന്തപുരം ആരാണ്? കാന്തപുരം എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതിനകത്ത് എന്താണ് അധികാരം? ഇപ്പൊ സാധാരണ വേറെ ആളാണ് ചോദിച്ചതിനല്ലോ, എല്ലാ ചാനലുകാരും ചോദിച്ചതിനും എല്ലാ പത്രക്കാരും ചോദിച്ചതിനും ആരാണ് കാന്തപുരം എന്നുള്ള ചോദ്യം ഒരു ഹൈന്ദവ പ്രസ്ഥാനത്തിൻ്റെയോ മറ്റുള്ളവരെ ആരെങ്കിലും ആയിരുന്നു ഇവർ ചോദിക്കുകയായിരുന്നു. കാരണം കാന്തപുരത്തിന് ഇതിന് യാതൊരു അർഹതയില്ല. കാരണം സ്ത്രീകൾ വസ്ത്രം എടുക്കുന്നത് തീരുമാനിക്കുന്നത് കാന്തപുരമാണോ തീരുമാനിക്കേണ്ടത്? അവിടെ സ്ത്രീകള് പെൺകുട്ടികള് സ്റ്റേജിൽ കയറാമെന്ന് തീരുമാനിക്കേണ്ടത് കാന്തപുരമാണോ തീരുമാനിക്കുന്നത്? അതാണ് ഈ അവാർഡ് വാങ്ങിക്കാൻ വന്ന പെൺകുട്ടിയെ പോലും വിളിച്ചു വരുത്തിയിട്ട് ഈ സമസ്തയുടെ ആളാ പണി നടത്തിയത്. ഈ സമസ്ത എന്നൊക്കെ പറയുന്ന പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഭീകര പ്രസ്ഥാനങ്ങളാണ്, സ്ത്രീവിരുദ്ധ പ്രസ്ഥാനങ്ങളാണ്. സ്ത്രീകൾ അവിടെ സ്റ്റേജിൽ കയറണം വേണ്ടത് സമസ്തക്കാരാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനെയല്ലല്ലോ. ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ അതിനെക്കുറിച്ച്. മറിച്ച് നമ്മൾ ആ പ്രസ്താവന 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ആറി തണുത്തങ്ങ് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കാന്തപുരത്തിന്റെ പ്രസ്താവന അത് തന്നെയാണ്. കാന്തപുരത്തിന്റെ പ്രസ്താവന സ്ത്രീവിരുദ്ധ പ്രസ്താവനയാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ചെന്നിട്ട് എക്സർസൈസ് ചെയ്യാൻ പാടില്ല, കായിക പരിപാടികൾ നടത്താൻ പാടില്ലെന്ന് പറയുന്നത് ശരിയാണെന്നുള്ളതാണ് ഒരു പ്രശ്നമുള്ളത്. പിന്നെ മെക് 7-ന്റെ വർക്കിനെ സംബന്ധിച്ച് അതിവിടുത്തെ പോലീസ് അന്വേഷിക്കേണ്ട പ്രശ്നമാണ്. അതിനകത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ടോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രേരണ കൊടുക്കുന്നതാണോ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനമാണോ നടക്കുന്നത്, ഇത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തണം. എന്നിട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. പക്ഷേ ഇതൊന്നും കാന്തപുരം പറഞ്ഞിട്ടില്ലല്ലോ. കാന്തപുരത്തിന്റെ ആകെയുള്ള പ്രശ്നം കാന്തപുരത്തിന്റെ മതത്തിന്റെ ഏറ്റവും തീവ്രമായിരിക്കുന്ന മതനിലപാടുകളെ സ്ഥാപിക്കാനുള്ള പരിശ്രമമാണ്. അതൊരു തരത്തിലും മാന്യമല്ല. യാഥാസ്ഥിതിക മനോഭാവം അതേപടി നിലനിർത്തിക്കൊണ്ട് ഈ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി അടക്കം പൊതുസമൂഹത്തിലുള്ള ഇടപെടലുകളടക്കം ഇതൊന്നും സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം താലിബാൻ മോഡൽ എന്ന് പറയാം. താലിബാൻ മോഡലിൻ്റെ ഒരു പതിപ്പ്, ചെറിയ പതിപ്പെന്ന് നമുക്ക് ചെറുതാണോ വലുതാണോ എന്ന് പിന്നീട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഇത് കൃത്യമായിട്ട് കണ്ടതാണ്. അഫ്ഗാൻ വസന്തം എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ച് തുടങ്ങി പടിയായിട്ട് ഇപ്പോൾ അവിടെ എന്താ പറയുക, വീടിന്റെ ജനൽ പോലും അടച്ചിടണമെന്നും പോലും അടച്ചിരുന്ന സ്ത്രീകൾ പുറത്തിറങ്ങാൻ പാടില്ല, കോളേജിൽ പോകാൻ പാടില്ല, സ്കൂളിൽ പോകാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല, വിദ്യാഭ്യാസം നിഷേധിച്ചിരിക്കുന്നു. വിദ്യാഭ്യാസം പോലും അവർക്ക് നിഷേധിച്ചിരിക്കുകയാണ്. അല്ല, അത് കാന്തപുരം പറഞ്ഞല്ലോ. കാന്തപുരം അതിനെ സംബന്ധിച്ച് നേരത്തെ ഒരിക്കലൊരു ചാനലിന്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുസ്ലിം ഭൂരിപക്ഷമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. ഇന്നിപ്പോൾ ഇന്ത്യയിൽ തീരുമാനിക്കാൻ പറ്റാതിരിക്കാനുള്ള കാരണം മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമില്ല. അങ്ങനെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുവെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് ഇവരെ അനുവദിക്കില്ല.
സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കാൻ വേണ്ടി ഇവരെ അനുവദിക്കില്ല. സ്ത്രീകൾ സ്റ്റേജിൽ കയറാൻ വേണ്ടി ഇവരെ അനുവദിക്കില്ല. സ്ത്രീകളെ ഒരു സ്ഥലത്ത് ഇവരെ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, ഈ 4 കെട്ടുന്ന ഏർപ്പാട് വരെ കാന്തപുരമായിരുന്നു ഇവിടെ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. ഇത് തടയിടേണ്ട ആവശ്യമാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത, ഈ എത്ര അനാചാരമാണെങ്കിലും എത്ര മോശമായ ആചാരമാണെങ്കിലും അത്തരം ആചാരങ്ങൾക്കെതിരെ, ഈ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ ആചാരത്തിനെതിരെ സംസാരിക്കാനുള്ള ധൈര്യം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പൊതുവെ കണ്ടത്. സാറ് വേറൊരു കാര്യം, നമ്മുടെ ഈ ഒരു ക്രമസമാധാന പ്രശ്നമായിട്ട് വളർന്നു ഈ സഭയിലെ തർക്കം. ഈ അൾത്താരയ്ക്ക് അഭിമുഖമായി വേണോ തിരിഞ്ഞു നിന്ന് വേണോ എന്നുള്ളത് സത്യത്തിൽ അവരുടെ ഒരു മതപരമായ വിഷയം. പക്ഷെ അതൊരു ക്രമസമാധാന പ്രശ്നമായിട്ട് വരെ വളർന്നു ഇവിടെ. എന്നിട്ടും അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഇവിടെ ആ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടു. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത് അതൊരു അഭിപ്രായമായിട്ടോ അതിനെപ്പറ്റി പറയാൻ ആരും തയ്യാറായില്ല. അതുപോലെയാണ് ഇവിടെ ഈ സമൂഹത്തിനിടയിൽ നടക്കുന്ന ഇത്തരത്തിൽപ്പെട്ട സ്ത്രീവിരുദ്ധ പ്രസ്താവന എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറഞ്ഞാൽ, തിരിച്ച് നമ്മളൊരു പഴയ സമൂഹത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആചാരവും ഇത് ഏറ്റവും ദോഷകരമായി നടക്കുന്നിടത്തേക്ക് നോക്കാൻ തയ്യാറാകുന്നില്ല. CPM തന്നെ ഇപ്പം മെക്സവനെതിരായിട്ടുള്ള ഒരു പ്രസ്താവന അവർ തീവ്രവാദി ഗ്രൂപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രസ്താവന തന്നെ വളരെ പെട്ടെന്ന് പിൻവലിച്ചു. കാരണം ഈ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം പ്രധാനമായിട്ട്, മുസ്ലിം സമുദായത്തിൽ കേരളത്തിൽ ഏകദേശം 71 ജാതികളാണുള്ളത്. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന വരേണ്യവർഗമാണ് തീരുമാനിക്കുന്നത്. കേരളത്തിൽ തങ്ങൾമാരുടെ എണ്ണം 5000-ൽ താഴെയാണ്. ഈ പറയുന്ന കാന്തപുരത്തിൻ്റെ ആളുകൾ എത്ര പേരുണ്ട് കേരളത്തിൽ? ഈ നാമമാത്രമായിട്ടുള്ളായിരിക്കുന്ന ആളുകൾ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ഈ കാര്യങ്ങൾ ഇവർ പള്ളി കയറി ഇരുന്നിട്ട് കൂവി കഴിഞ്ഞിട്ട് മറ്റുള്ളവരനുസരിക്കണം എന്ന് പറയുന്നൊരു പരിപാടിയാണ്. ഇവർ പറഞ്ഞാൽ ഞങ്ങൾ വാങ്ക് വിളിക്കുന്ന സമയത്ത് ആ വാങ്കുവിളി എല്ലാവരും കേൾക്കണം. ഇപ്പം എൻ്റെ നാട്ടിൽ ഏകദേശം 14 പള്ളികളാണ്, മുസ്ലിം പള്ളിയാണ് ഉള്ളത്. ഒരു പള്ളി കഴിഞ്ഞിട്ടാണ് അടുത്ത പള്ളിയിൽ വരിക. 14 പള്ളിയിൽ വാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് 22 മിനിറ്റ് വരെയൊക്കെ പിടിക്കും. കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ മുസ്ലിം സമുദായമായിട്ട് ബന്ധപ്പെട്ടൊരു ഹൈക്കോടതി ജഡ്ജി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ വിധിയാണല്ലോ ഇത് വന്നത്. ആ വിധി പ്രകാരമാണല്ലോ മുസ്ലിം പള്ളിയിൽ അതിൽ വാങ്ക് വയ്ക്കാം, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല, ഹൈന്ദവ ദേവാലയങ്ങളിൽ പാട്ട് വയ്ക്കാൻ പാടില്ല. ഈ തരം വിധി പ്രഖ്യാപിച്ചത് കൃത്യമായിട്ട് വരേണ്യവർഗത്തിന് വേണ്ടിയിട്ടാണ്, മുസ്ലിം വരേണ്യവർഗത്തിന് വേണ്ടിയിട്ട് മാത്രമാണത്. ആ സാധനം ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇതേപോലെ തന്നെയാണ് വരേണ്യവർഗം അവിടെ തങ്ങൾമാർ കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. 5000 പേര് മാത്രമുള്ള തങ്ങൾ പറയുകയാണ് ഞാനാണ് ലീഗിൻ്റെ അധ്യക്ഷൻ. അവിടെ ഒരു തെരഞ്ഞെടുപ്പുമില്ല. ആ തെരഞ്ഞെടുപ്പില്ലാത്ത മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിയാണ്. എവിടെ ജനാധിപത്യ പാർട്ടിക്കകത്തുള്ളത്? ഈ പാർട്ടി പോലും ഇന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയാണ് ഈ പാർട്ടി. ഇതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചാണെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ ഉണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികൾ ഉണ്ടായിരുന്നു, മന്നത്ത് പത്മനാഭനും പണ്ഡിറ്റ് കറുപ്പൻ മാസ്റ്ററും ഉണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ ഡോക്ടർ പൽപുവിനെ പോലുള്ള ആളുകൾ ജീവിച്ചിരുന്നു, TK മാധവനെ പോലുള്ള ആളുകൾ ജീവിച്ചിരുന്നു. ഹിന്ദുക്കളുണ്ടായിരുന്ന ഏത് തരത്തിലും മൂല്യച്യുതികളെയും പരിഹരിക്കാനായിട്ടുള്ള ത്രാണിയും ശക്തിയുമുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ സമൂഹത്തിൽ നിന്ന് തന്നെ ഉയർന്നു വന്നിരുന്നു. വളരെ അന്ന് വിപ്ലവകരമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. അവരാണ് നവോത്ഥാന നായകരെന്ന് പറയുന്നതും വിശേഷിപ്പിക്കപ്പെട്ടതും അവരെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഈ സമൂഹത്തിൽ നിന്ന് നമുക്കറിയാം, ചേകന്നൂർ മൗലവിയുടെ നമുക്കറിയാം. ചേകന്നൂർ മൗലവി പൊടി പോലും ഇല്ല. ഇന്ന് വരെ എത്രയോ വർഷങ്ങളായിട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മൃതശരീരം കിട്ടിയില്ല. മൃതശരീരം പോയിട്ട് ഒരു പരിഷ്കരണ ശ്രമം എന്ന് പറയുന്നത് സമുദായത്തിൽ നിന്ന് ഉയർന്നു വന്നാൽ അതിനെ ഇങ്ങനെയാണ് നുള്ളിക്കളയുന്നത് എന്ന് നമ്മൾ കാണുന്നു, അല്ലേ? മാത്രമല്ല പരിഷ്കരണത്തിന്റെ വാദവുമായിട്ട് മുന്നോട്ട് വരുന്ന ആളുകൾ എന്താണ് ചെയ്യാന്നുള്ളത് ഇവരുടെ വരേണ്യവർഗം തീരുമാനിക്കുകയാണ്. ഇതൊരു കാലത്ത് ഹിന്ദുക്കളുണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അതിന് മഹാത്മജി ഇടപെട്ടിരുന്ന കാര്യത്തിൽ, ഗുരുദേവൻ ഇടപെട്ടിരുന്നു, ടാഗോർ ഇടപെട്ടിരുന്നു. മറിച്ച് മുസ്ലിം സമുദായത്തിൽ പ്രശ്നമുള്ള സമയത്ത് കോടതികളുടെ പോലുള്ള നിലപാട് പലപ്പോഴും ഈ വരേണ്യവർഗത്തിന് അനുകൂലമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് കേരളത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. അതിൻ്റെ പേരിൽ മുസ്ലിങ്ങളുടെ വരേണ്യവർഗമാണ് തീരുമാനിക്കുന്നത്. മുസ്ലിങ്ങളുടെ സാധാരണക്കാരൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. മുസ്ലിം സ്ത്രീകളുടെ അവസ്ഥ ദയനീയമാണ്. അവർക്ക് സാധാരണ വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല, അവർക്കൊരു മാളിൽ പോകാൻ സാധിക്കില്ല, അവർക്കൊരു തിയേറ്ററിൽ പോകാൻ സാധിക്കില്ല, അവർക്കൊരു എക്സർസൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ വേണോ വേണ്ട തീരുമാനിക്കുന്ന കാന്തപുരത്തെ പോലുള്ളവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ചിന്തയുടെയും പുറകോട്ട് തിരിച്ചു കൊണ്ട് താലിബാൻ മോഡൽ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചിന്തയുടെ തുടർച്ചയായി വേണം നമ്മൾ ഈ കാന്തപുരത്തിന്റെ തീർച്ചയായിട്ടും ഒരു താലിബാനാണ് സ്ഥാനം. ഒരു മിനി താലിബാനാണ് കേരളത്തില് കാന്തപുരം രൂപപ്പെടുത്തിയിരിക്കുന്നത്. കാന്തപുരം മുസ്ലിങ്ങളുടെ നേതാവായിട്ട് സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഇതിനെതിരായിട്ട് വാസ്തവത്തിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളിൽ ശക്തമായ വികാരം എതിരായിട്ടുണ്ട്.
പക്ഷെ അവർക്ക് പ്രകടിപ്പിക്കാൻ നിവൃത്തിയില്ല. കാരണം മുസ്ലിങ്ങൾ ഇപ്പോൾ നമുക്കറിയാലോ, ഒരു ഗ്രാമപ്രദേശത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര മുസ്ലിം പള്ളിയുണ്ട്, എത്ര ഖബറിടങ്ങളുണ്ട്. ഓരോ ജാതിക്ക് ഓരോ ഖബറിടങ്ങളാണ്. മുസ്ലിങ്ങൾക്ക് നിവൃത്തിയില്ല ജീവിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ മുസ്ലിം സ്ത്രീകൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല, പാവപ്പെട്ടവന് ജീവിക്കാൻ നിവൃത്തിയില്ല. അവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ആരെങ്കിലും അവിടെ ഉയർന്നു വരേണ്ടത്. ദുഃഖകരമായ വസ്തുത ഇത് വർദ്ധിച്ചു വരികയാണ്. ഇത് അവരുടെ തിരിഞ്ഞു നോക്കി ഒരു പരിഷ്കരണ ശ്രമവും സമുദായത്തിനകത്ത് നിന്ന് ഉയരുന്നില്ല. നേരത്തെ ചൂണ്ടിക്കാണിച്ചത് വളരെ കൃത്യമാണ്. ഈ മറ്റ് സമുദായങ്ങളിലൊക്കെ, ഹിന്ദു വിഭാഗങ്ങളിലൊക്കെ, ക്രിസ്ത്യൻ സമുദായത്തിൽ പോലും ചില ഇടങ്ങളിൽ വളരെ കൃത്യമായിട്ട് ആ സമുദായങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പരിഷ്കരണ ശ്രമങ്ങളാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോയത്, സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. അതുണ്ടാകുന്നവരെ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്ന ഒരു രീതിയും അതിനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്യുന്ന ഒരു രീതിയും അവർക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതൊരു ദുഃഖകരവും ആശങ്കാജനകവുമായ കാര്യമാണ്. വേദനാജനകമാണ്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും നവോത്ഥാനത്തിന്റെ മതിൽ കിട്ടുന്നവരൊക്കെ ഇക്കാര്യത്തിൽ ഒരു പുനർചിന്തനത്തിന് വിധേയമാകണം. ബുദ്ധിജീവികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. ബുദ്ധിജീവികളെ കുറിച്ച് പിന്നെ പറയുന്നില്ല. ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ, ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് അവർക്ക് ജീവിക്കാനായിട്ട് ഇതാണ് സുരക്ഷിത മാർഗ്ഗമെങ്കിൽ ആ മാർഗ്ഗം അവർ ടേക്ക് അപ്പ് എന്നുള്ള മാത്രം നമ്മൾ വിചാരിച്ചാൽ മതി. ഏതാണെങ്കിലും മുസ്ലിം ജനസമൂഹത്തിന്റെ പ്രശ്നം അത് കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ്. അത് ആരെങ്കിലും ഒരു വരേണ്യവർഗത്തിന് വിട്ടുകൊടുക്കേണ്ട പ്രശ്നമല്ല, കാന്തപുരം തീരുമാനിക്കേണ്ട പ്രശ്നമല്ല. തീർച്ചയായിട്ടും. ശരി. അപ്പം നമസ്കാരം.